ഹലോ ഡിയേഴ്സ്, ഉദ്ധാരണക്കുറവ് സംഭവിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. മാനസികവും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ്. അതിൽ മദ്യപാനം പോലെ ഇതൊക്കെ പെടും കേട്ടോ. അതുപോലെ വേറൊരു കാരണം കൂടിയുണ്ട് ഇതിന്, അനാബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്. അപ്പൊ എന്താണിത്? ജിമ്മിലുള്ള ബോഡി ബിൽഡേഴ്സും അതുപോലെയുള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന പുരുഷ ഹോർമോണിനെ പോലെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റിറോയിഡാണിത്. ജെല്ലായിട്ടും ഇഞ്ചക്ഷനായിട്ടും ടാബ്ലറ്റ് ആയിട്ടൊക്കെ ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉദ്ധാരണക്കുറവ് സംഭവിക്കുന്നുണ്ടോ? ഉദ്ധാരണം നഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെ നോക്കാവേ. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പുരുഷ ഹോർമോൺ കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരാന്ന് കണ്ടോ? 60% ആളുകൾ കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇവർ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിലാണ് കൂട്ടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ അല്ല, ഹെൽത്തി ആയിട്ട് നമ്മുടെ ബോഡിയിൽ വേണ്ട ഒരു പുരുഷ ഹോർമോൺ ഉണ്ട്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് വേണ്ടത്. അതിന് ഏറ്റവും നന്നായി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. അത് എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടും വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണത്. അത് യൂസ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പുരുഷ ഹോർമോണിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് മാൻഷുവറിന്റെ അപ്രൈറ്റ് സപ്ലിമെന്റ് ആണ്. ഒരു കണ്ടന്റാണ് മകത്ത് വെച്ച് ഇത് ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ കൂട്ടാനും ലിംഗമൊക്കെ ഉദ്ധാരണമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ശിലാജിത്ത് നിങ്ങളുടെ എനർജി കൂട്ടാനും സ്റ്റാമിന കൂട്ടാനും സഹായിക്കുന്നു. അതുപോലെ ഇതിലെ അഗാർക്കര എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് നിങ്ങളുടെ ലൈംഗിക വ്യവസ്ഥയെ ഹെൽത്തി ആയിട്ട് വെക്കാനും ബീജത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ശാരീരികപരമായിട്ട് ഹെൽത്തി ആക്കി വെക്കുക മാത്രമല്ല, മാനസികപരമായിട്ടും ഹെൽത്തി ആക്കി വെക്കാൻ ഈ സഹായിക്കുന്നുണ്ട്. സ്ട്രെസ്, ആൻസൈറ്റി ഇവയൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഈ പ്രോഡക്റ്റ് സഹായിക്കുന്നുണ്ട്. പുരുഷ ഹോർമോൺസ് ഒക്കെ കൂട്ടുക മാത്രമല്ല, നിങ്ങളുടെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടി ഉദ്ധാരണം കൂടുതൽ നേരം മെയിൻറ്റെയിൻ ചെയ്യാനും കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനൊക്കെ ഈ സപ്ലിമെന്റ് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണത്തിന് ശേഷം 2 നേരമാണ് നിങ്ങളിത് കഴിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇത് കഴിക്കാവോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് മാൻഷുവർ നിങ്ങൾക്ക് തരുന്നുണ്ട്. പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ. നമുക്ക് ജിമ്മിൽ ബോഡി ബിൽഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന അനാബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സിനെ പറ്റിയിട്ട് സംസാരിക്കും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ടല്ല മിക്ക ആളുകളും യൂസ് ചെയ്യുന്നത്. ഒരു മാസ്റ്റർ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ മാസ്റ്റർ അവരോട് പറയുന്നത് ഇല്ലീഗലായിട്ടാണ് കൂടുതൽ പേരും ഇത് യൂസ് ചെയ്യുന്നത്. ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി കറക്റ്റായിട്ട് ഒരു ഗൈഡൻസ് ചെയ്യുന്നവർ വളരെ കുറവാണ്. ബോഡി കോൺഫിഡൻസ് കൂട്ടാനും സെൽഫ് എസ്റ്റീം ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ അഡിക്റ്റ് ആയിട്ട് മാറുന്നവരുണ്ട്. അതില്ലാണ്ട് അവർക്ക് പറ്റില്ല, അതെന്നുവെച്ചാൽ ബോഡി ബിൽഡ് ചെയ്തേ പറ്റൂ എന്നുള്ള ലെവലുണ്ട്. അതുപോലെ ചില ജിമ്മൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഭയങ്കര ഹെൽത്തി ആയിരിക്കും. ശരിക്കും ജിമ്മിലെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പം മസിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. മസിൽ എത്രയേ ഉള്ളൂ അതാണ് അവരുടെ ഹെൽത്തി എന്നല്ല, അല്ലെങ്കിൽ അവരാണ് ഏറ്റവും ഹെൽത്തി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ശരിക്കും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനല്ല ആളുകൾ ഇപ്പോൾ പോകുന്നത്, മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം പോകുന്ന അവസ്ഥയിലിട്ടുണ്ട്. അത് കൂടുതൽ ഡേഞ്ചറസ് അവസ്ഥയിലേക്കാണ് അവരെത്തിക്കുന്നത്. അപ്പോൾ സ്റ്റിറോയിഡൊക്കെ യൂസ് ചെയ്യുന്നവരുടെ 2 തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ആണ് അവർക്ക് വരുന്നത്, ലോങ് ടൈമും ഷോർട്ട് ടൈമും. ഷോർട്ട് ടൈമിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകും, അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് ഉണ്ടാകും, പെട്ടെന്ന് ദേഷ്യം വരും, മറ്റുള്ളവരോട് ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറുന്ന രീതിയിൽ അഗ്രസീവായിട്ടുള്ളൊരു നേച്ചർ ഉണ്ടാവും, ലൈംഗികതയോട് താല്പര്യക്കുറവുണ്ടാകുന്നു, അതുപോലെ കഷണ്ടി ആവുന്നു, മുഖക്കുരുവൊക്കെ നന്നായിട്ട് കൂടുന്നു, ചിലരൊക്കെ മുഖക്കുരുവൊക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ കുഴി പോലെ വരുന്നു. ഇതൊക്കെ ഇതിന്റെ സൈഡ് എഫക്റ്റ് ആട്ടോ. ബീജത്തിന്റെ അളവ് കുറയുന്നതും അതുപോലെ അവർക്ക് എന്താ പറയാ മുലകളൊക്കെ വലുതാകുന്ന പോലെ പുരുഷന്മാർക്ക് അങ്ങനെയും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ഉദ്ധാരണം ഉണ്ടാകുന്നു. ഇനി ലോങ് ടൈമിലേക്ക് അവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഹൈ BP, ഹൈ കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നിയിലോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിലോ ഒക്കെ ക്യാൻസർ വരുന്നത്, ഒരു ഡീപ്പായ ഒരു ഡിപ്രഷനിലേക്ക് അവർ വീഴുന്നുണ്ട്, ഭയങ്കര മൂഡ് സ്വിങ് ഒക്കെ ആകുന്നുണ്ട്, സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു അഗ്രസീവ് ആകുന്നതൊക്കെ, കുരൊക്കെ വന്ന് പൊട്ടി ഇങ്ങനെ കുഴി പോലെ പാടുണ്ടാവുന്നുണ്ട്, ഇങ്ങനെയുള്ള പല പ്രോബ്ലംസും ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവർക്ക് ഉദാഹരണക്കുറവുണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഉദാഹരണം ഇല്ലാണ്ടാവുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇത് മിക്ക ആളുകൾക്കും കാണുന്നത് ഇവർ എന്നാണോ ഈ സ്റ്റിറോയിഡ് സ്റ്റോപ്പ് ചെയ്യുന്നത് അന്ന് മുതലാണ് അവർക്കത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നാച്ചുറലായിട്ട് ഇവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പുരുഷ ഹോർമോണിനെ സപ്രസ് ചെയ്യുന്നതുകൊണ്ട് അത് ഗ്രോത്ത് ഉണ്ടാകാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ
ഇത് ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം നിങ്ങൾ എടുക്കുക. ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ജിമ്മിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, അല്ല മസിൽ ഗെയിന് വേണ്ടിയിട്ട് കൊടുത്തേക്കരുത്. നാച്ചുറൽ ആയിട്ടുള്ള പുരുഷ ഹോർമോൺ ഹെൽത്തി ആയിട്ടുള്ള എത്ര അളവെന്നൊക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ആ ഹെൽത്തി ആയിട്ടുള്ള അളവിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും എക്സ്ട്രാ നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളൂ. മനസ്സിലായില്ലേ? താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.